അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറ ആറാമത്തെ ആയത്ത് മുതലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. സൂറത്തുൽ ബഖറ ആദ്യം മുതൽ 5 ആയത്ത് നമ്മൾ ഓതി സൂറത്തുൽ ഫാത്തിഹ പൂർത്തിയാക്കി. മൂന്നാമത്തെ പേജിൽ നമുക്ക് ഇൻഷാ അള്ളാഹ് കുറച്ച് ഓതി തജ്വീദിന്റെ വിഷയങ്ങളൊക്കെ അത് സംബന്ധമായിട്ട് സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة فلهم عذاب عظيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون. وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون. وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون. الله يستهزئ بهم ويمدهم في طغيانهم يعمهون. أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. صدق الله العلي العظيم. 6 മുതൽ 16 വരെയുള്ള ആയത്തുകൾ നമ്മൾ ഓതി. അവിടെ ശ്രദ്ധിക്കാനുള്ള ചില ഭാഗങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇന്നല്ലദീന കഫറൂ സവാഉൻ എന്നുള്ളിടത്ത് മദ് മുത്തസിലാണ്. ഒരു പദത്തിൽ തന്നെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നതുകൊണ്ട് മദ് മുത്തസിലാണ്. മദ് മുത്തസിലായാലും മുൻഫസിലായാലും 2.5 അലിഫിന്റെ ഖദർ 5 ഹർക്കത്തിന്റെ ഖദർ നീട്ടുക എന്നുള്ളതാണല്ലോ. സവാഉൻ അലൈഹിം തൻവീന് ശേഷം ഐന് വന്നാൽ ഇൽഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം. പിന്നെ അലൈഹിം എന്നുള്ളിടത്ത് അലേഹിം എന്ന് ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനുള്ള യാ വരുമ്പോ ഒരു അലേഹിം എന്നുള്ള ഒരു എകാര സൗണ്ടിലേക്ക് പോകാൻ പാടില്ല. എന്നാൽ അലൈഹിം ലൈഹിം എന്നും പറയാൻ പറ്റൂല. അലൈഹിം എന്നാണ് ഓതുക. അലൈഹിം അഅൻദർതഹും സാക്കിനായ മീമിന് ശേഷം ഹംസ വന്നാൽ ഇൽഹാറാണ്, വെളിവാക്കണം.
അം ലം തുൻദിരുഹും സാക്കിന നൂൻ ശേഷം ദാല് വന്നാൽ ഇഖ്ഫ ഉണ്ട്. ശേഷമുള്ള റാഇന് തെർക്കീക്കായിരിക്കും. റാഇന് തഫ്ഖീം കൊടുക്കേണ്ടുന്ന ഘട്ടമുണ്ട്, തെർക്കീക്ക് കൊടുക്കേണ്ട ഘട്ടമുണ്ട്. തുൻദിരുഹും എന്നുള്ളിടത്ത് അം ലം തുൻദിരുഹും എന്നുള്ളിടത്ത് റാഇന് തെർക്കീക്കാണ്. എന്തുകൊണ്ട്? റാഇന് സുക്കൂനും തൊട്ട് മുമ്പുള്ള അക്ഷരം കെസ്റായതുകൊണ്ടാണ്. അം ലം തുൻദിരുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. അലാ ഖുലൂബിഹിം ആയി കഴിഞ്ഞാൽ ഐന് മാറിയിട്ട് ഹംസയാകും. ഹംസയായാൽ പോരാ, അലാ ഖുലൂബിഹിം എന്ന് വേണം. എന്നിട്ട് അവിടെ ശ്രദ്ധിക്കാനുള്ളത് അലാ ഖുലൂബിഹിം എന്നുള്ള സുക്കൂനുള്ള മീമിന് ശേഷം വാവ് ഉച്ചരിക്കുമ്പോ ശ്രദ്ധിക്കണം. സുക്കൂനുള്ള മീം എവിടെ വന്നാലും ശേഷം വാവ് ഉച്ചരിക്കുമ്പോ അലാ ഖുലൂബിഹിം വ ഖുലൂബിഹിം വ സുക്കൂനുള്ള മീം ഉച്ചരിച്ചതിന് ശേഷം മാത്രമേ വാവിന് വേണ്ടി വായ തുറക്കാവൂ. വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. വഖഫ് ചെയ്യുമ്പോൾ ഗിശാവ വഖഫ് ചെയ്യുമ്പോൾ ഒരു ഹാത്തായിലായിട്ട് വഖഫ് ചെയ്യണം. ഹായിലായിട്ട് വഖഫ് ഹാത്ത ആയതുകൊണ്ട് ഹാത്തയിൽ വഖഫ് ഘട്ടം വഖഫിന്റെ ഘട്ടത്തിൽ ഹാ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. വഅലാ അബ്സാരിഹിം എന്നുള്ളിടത്ത് മദ് മുൻഫസിലാണ്. വലഹും അദാബുൻ അദീം സുക്കൂനുള്ള തൻവീന് അദാബുൻ അദീമുൻ. അദാബുൻ തൻവീന് ശേഷം ഐന് വന്നാൽ ഇദ്ഹാറാണ്. ومن الناس من يقول آمنا بالله وباليوم الآخر. ആഖിർ കസ്ർ കൊടുത്തിട്ടാണ് കൂട്ടി ഓതാണെങ്കിൽ വഖഫ് ചെയ്യുന്ന സമയത്ത് ആഖിർ റാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരം കസ്ർ ആയതുകൊണ്ട് രണ്ട് ഘട്ടങ്ങളിലും തെർക്കീക്കായിട്ടാണ്. ആഖിർ എന്ന് തഫ്ഖീം കൊടുത്ത് ഓതൂല. ആഖിർ വബിൽ യൗമിൽ ആഖിരി വബിൽ യൗമിൽ ആഖിർ. വഖഫിനെ കൂട്ടി ഓതണമെങ്കിലൊക്കെ തെർക്കീക്കിന്റെ ഘട്ടമാണ്. വമാഹും ബിമുഅ്മിനീൻ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ സുക്കൂനുള്ള മീമിന് ശേഷം ബാ, സുക്കൂനുള്ള നൂനിനും തൻവീനും ശേഷം ബാ വന്നാൽ ഇഖ്ലാബാണ്. എന്നാൽ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫ ആണ്. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്ദഊന. യഖ്ദഊന എന്ന് പറയൂല, അപ്പോ ഖാഇന് ഖൽഖലത്ത് വരും. വമാ യഖ്ദഊന എന്ന് പറയുള്ളൂ. ഇല്ലാ അൻഫുസഹും അവിടെ ഏതാ നിയമം? അവിടെ ഏതാ മദ്? മദ് മുൻഫസിലാണ് അല്ലെ. വമാ യശ്ഉറൂൻ. യശ്ഉറൂൻ ഹംസ ആയാൽ പോരാ, വമാ യശ്ഉറൂൻ ഐനാണ്. പിന്നെ ഫീ ഖുലൂബിഹിം മറദുൻ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ബിഗുന്നയാണ് അല്ലെ. പിന്നെ മർദുൻ എന്ന് റാഇന് സുക്കൂൻ എടുത്ത് ഓതാൻ പാടില്ല. മറദുൻ റാഇന് ഫത്ഹാണ്. ഫസാദഹുമുല്ലാഹു മറദ അവിടെയും മർദ എന്ന് റാഇന് സുക്കൂൻ എടുത്ത് ഓതി തെറ്റി ഓതാൻ പാടില്ല. മറദ എന്ന് തന്നെ ഓതണം. വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. ഇവിടെ അലീമും ബിമ മീമിന് തൻവീന് ശേഷം ബാ വന്നാൽ സാക്കിന നൂനിനോ തൻവീനോ ശേഷം ബാ വന്നാൽ ഇഖ്ലാബാണ്. ആ ഇഖ്ലാബ് തൻവീനെ മീമാക്കി മറിക്കണം എന്നറിയിക്കാൻ വേണ്ടിയാണ് തൻവീനിന് പകരം അവിടെ ഒരു മീം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഇഖ്ലാബിന്റെ മീമാണ്. ഈ മീമിന്റെ വള്ളി ശ്രദ്ധിക്കണം, നേരെ താഴോട്ടാണ്. സൈഡോട്ടാണെങ്കിൽ വഖഫ് ലാസിം എന്നുള്ളതിനെ കുറിക്കുന്ന ആ ലാസിം എന്നുള്ളതിന്റെ ഷോർട്ടായിട്ട് അത് മീമിന്റെ വള്ളി നേരെ സൈഡോട്ടാണെങ്കിൽ സൂറത്ത് യാസീനിന്റെ ലാസ്റ്റ് പേജിലുണ്ട് അല്ലെ. എന്നതുപോലെയല്ല ഇവിടെ ആ മീമിന്റെ വള്ളി നേരെ താഴോട്ടായതുകൊണ്ട് ഇവിടെ ഇഖ്ലാബിനെ കുറിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഇനി വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി. ഹംസ കൊണ്ട് തുടങ്ങുന്ന പദത്തിന്റെ തുടക്കത്തിൽ അലിഫ് ലാം ഉണ്ടായാൽ ഫിൽ അർളി പോലെ അൽ അമാൻ പോലോത്ത അതുപോലെ തന്നെ അൽ അമീൻ എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഹംസ കൊണ്ട് തുടങ്ങുന്ന പദത്തിന്റെ തുടക്കത്തിൽ അലിഫ് ലാം വരുമ്പോ അവിടെ ശ്രദ്ധിക്കാനുള്ള സുക്കൂനുള്ള ലാമിന് പകരം ശ്രദ്ധ കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. ഉദാഹരണം പറയാം, ഫിൽ അർളി എന്ന് പറഞ്ഞ സമയത്ത് ഫിൽ അർളി ഷദ്ദുള്ള ലാം, ഹംസ നഷ്ടപ്പെട്ട് ഷദ്ദുള്ള ലാം വന്നിട്ട് അതിന് ശ്രദ്ധ കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ഓതാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.